നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 10th ലെവൽ എക്സാം മുതൽ ഡിഗ്രി ലെവൽ എക്സാം വരെ പൊതുവായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2018, ബി 2019, സി 2020, ഡി 2021. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 2019 ആണ്. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കിയത് 2019 ഓഗസ്റ്റ് 5 അപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 370. ഈ അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കിയത് 2019 ഓഗസ്റ്റ് 5 ഇതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 35A. ഇതും 2019 ഓഗസ്റ്റ് 5 റദ്ദാക്കിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കി. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്നാണ്? 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 35A ആണ്. ഈ 35A എന്നാണ് റദ്ദാക്കിയത്? അതും 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ്. അപ്പോൾ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ്. ഇത് രാജ്യസഭ പാസ്സാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 5 രാജ്യസഭ പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 6 ലോകസഭ പാസ്സാക്കുന്നു. 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ഇത് നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് നിലവിൽ വരുന്നു. അപ്പോൾ ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ്. ഇത് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 5 ഓഗസ്റ്റ് 6 ലോകസഭ പാസ്സാക്കുന്നു. ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 2019 ഒക്ടോബർ 31 നിലവിൽ വരുന്നു. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്നാണ്? 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതായിരുന്നു? അനുച്ഛേദം ഏതാണ്? 370 അനുച്ഛേദമാണ്. ഈ 370 അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനമിറക്കിയതെന്ന്? 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന അനുച്ഛേദം ഏതാണ്? 35A ആണ്. ഈ അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറങ്ങിയതെന്നാണ്? അതും 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നാണ്? ആരാണ്? അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ഇത് രാജ്യസഭ പാസ്സാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 5 ലോകസഭ പാസ്സാക്കിയതെന്നാണ്? 2019 ഓഗസ്റ്റ് 6 രാഷ്ട്രപതി ഇതിൽ എന്നാണ് ഒപ്പുവെച്ചത്? 2019 ഓഗസ്റ്റ് 9 ഒപ്പുവെക്കുന്നു. ഇത് നിലവിൽ വന്നതെന്നാണ്? 2019 ഒക്ടോബർ 31 ഈ ഡേറ്റുകളെല്ലാം പഠിച്ചു വെച്ചിരിക്കണം. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചു. അപ്പോൾ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും മറ്റേതാണ് ലഡാക്കും. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി തിരിച്ചു.
നിയമസഭയോട് കൂടിയ ജമ്മു കാശ്മീർ. അപ്പോൾ ജമ്മു കാശ്മീർ എന്തുണ്ട്? നിയമസഭയോട് കൂടിയ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. അപ്പോൾ ജമ്മു കാശ്മീർ നിയമസഭയുണ്ട്, ലഡാക്കിന് നിയമസഭയില്ല. അപ്പോൾ ജമ്മു കാശ്മീരിനെ ഈ നിയമപ്രകാരം എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കും എന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. നിയമസഭയുള്ള ജമ്മു കാശ്മീരും നിയമസഭയില്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോൾ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമാണ്? 3 എണ്ണമാണ്. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ആണ്. അപ്പോൾ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഏതൊക്കെയാണ്? കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. അതുപോലെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. അങ്ങനെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് ഇന്ത്യയിൽ നിയമസഭ ഉള്ളത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. അപ്പോൾ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഹൈക്കോടതി ഏതാണ്? ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ് ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഹൈക്കോടതി എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായതോടെ വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിലും ലഡാക്കിനും ബാധകമാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിലും ലഡാക്കിനും ബാധകമാണ്. ഏതൊക്കെ ഉൾപ്പെടെയാണ്? വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഉൾപ്പെടെ എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിലും ലഡാക്കിനും ബാധകമാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായതോടെയാണ് ഇങ്ങനെ ഒരു നിയമം, എല്ലാ നിയമങ്ങളും ജമ്മു കാശ്മീരിനും ലഡാക്കിനും ബാധകമായത്. അപ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയതെന്നാണ് 2019 ഓഗസ്റ്റ് 5-നാണ്. ഇത് വന്നതോടുകൂടി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമാവുകയും വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിനും ലഡാക്കിനും ബാധകമാവുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമാണ് രൺബീർ പീനൽ കോഡ്. അപ്പോൾ നേരത്തെ നിലവിലുണ്ടായിരുന്ന എന്താണ്? RPC ആയിരുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമമാണ് RPC, രൺബീർ പീനൽ കോഡ്. അപ്പോൾ ഈ പ്രത്യേക പദവി നഷ്ടമായതോടെ, റദ്ദാക്കിയതോടെ ഇന്ത്യൻ പീനൽ കോഡാണ് ഇപ്പോൾ അവിടെ ബാധകം. ഇപ്പൊ എന്താണ്? IPC ആണ് ഇപ്പോൾ അവിടെ ബാധകം. നേരത്തെ എന്തായിരുന്നു? RPC ആയിരുന്നു. RPC എന്താണ്? രൺബീർ പീനൽ കോഡ് ആയിരുന്നു നേരത്തെ ജമ്മു കാശ്മീരിൽ നിലവിലുണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായതോടെ ഇപ്പോൾ IPC ആണ്, ഇന്ത്യൻ പീനൽ കോഡാണ് അവിടെ ബാധകമായിരിക്കുന്നത്. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് നോക്കാം. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്നാണ്? 2019-ലാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ 370-ാം അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയതെന്ന്? 2019 ഓഗസ്റ്റ് 5. ജമ്മു കാശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക ആനുകൂല്യം നൽകിയിരുന്ന അനുച്ഛേദം ഏതാണ്?
അനുച്ഛേദം 35A ആണ്. ഇതെന്നാണ് റദ്ദാക്കിയത്? അതും 2019 ഓഗസ്റ്റ് 5-നാണ്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ്. ഇത് എന്നാണ് രാജ്യസഭ പാസാക്കിയത്? 2019 ഓഗസ്റ്റ് 5-നാണ്. ലോകസഭ പാസാക്കിയതെന്ന് 2019 ഓഗസ്റ്റ് 6-ന്. രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 9-നാണ്. നിലവിൽ വന്നതെന്നാണ്? 2019 ഒക്ടോബർ 31-നാണ്. ഈ നിയമപ്രകാരം ജമ്മു കാശ്മീരിനെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചു? ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചു. നിയമസഭയോട് കൂടെ ജമ്മു കാശ്മീരും നിയമസഭ ഇല്ലാത്ത ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഏതൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ നിയമസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? കർണാടക, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പൊതു ഹൈക്കോടതി ഏതാണ്? ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നഷ്ടമായതോടെ വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര നിയമങ്ങളും ജമ്മു കാശ്മീരിനും ലഡാക്കിനും ബാധകമാണ്. അപ്പോൾ നേരത്തെ ജമ്മു കാശ്മീരിൽ നിലവിലുണ്ടായിരുന്ന ശിക്ഷാ നിയമം ഏതാണ്? രൺബീർ പീനൽ കോഡ് അഥവാ RPC ആയിരുന്നു. അത് റദ്ദായി. അതോടെ ഇപ്പോൾ ഏതാണ്? ഇന്ത്യൻ പീനൽ കോഡാണ്, IPC ആണ് ഇപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ ബാധകമായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഓപ്ഷൻ എ 1945 മാർച്ച് 2, ഓപ്ഷൻ ബി 1949 ഡിസംബർ 9, സി 1946 ഡിസംബർ 9, ഡി 1947 ഓഗസ്റ്റ് 15. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തതും ആരെയായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുക്കുന്നത്. 1946 ഡിസംബർ 11 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? അതും 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യ റിപ്പബ്ലിക് ആയതെന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? 1950 ജനുവരി 26
അന്നാണ് എന്ത് നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ജനുവരി 26 ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ റിപ്പബ്ലിക് ഡേ എന്നായിട്ട് ആഘോഷിക്കുന്നത്, ജനുവരി 26 ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് ആയതെന്നാണ് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ എന്താണ്? 1950 ജനുവരി 26-നാണ്. പ്രഥമ സമ്മേളനം അവസാനിച്ചെന്നാണ്? 1946 ഡിസംബർ 23-നാണ് ആദ്യത്തെ സമ്മേളനം അവസാനിച്ചത്. 1946 ഡിസംബർ 23-നാണ്. 1946 ഡിസംബർ 9-നല്ലേ പ്രഥമ സമ്മേളനം ആരംഭിച്ചതെന്നാണ്? 1946 ഡിസംബർ 9-നാണ് പ്രഥമ സമ്മേളനം ആരംഭിച്ചത്. 1946 ഡിസംബർ 23-ന് എന്ത് അവസാനിച്ചു? ആദ്യത്തെ സമ്മേളനം അവസാനിച്ചു. 1949 നവംബർ 26-ന് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. അപ്പോൾ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1949 നവംബർ 26-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? നവംബർ 26-ആണ്. ഈ ദിനം എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26-ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിൽ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു. എത്രയായിരുന്നു? 389 അംഗങ്ങളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര? 389. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 296 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ അംഗമായിരുന്ന വനിതകൾ എത്രയാണ്? 17 വനിതകളായിരുന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ അംഗമായിരുന്ന വനിതകൾ എത്രയാണ്? 17. പ്രഥമ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ഇന്നത്തെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളായിരുന്നു പ്രഥമ സമ്മേളനത്തിന്റെ വേദി. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 389 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9-ന്. പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ്? 1946 നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11-നാണ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് ആദ്യത്തെ സമ്മേളനം നടന്നത്? 1946 ഡിസംബർ 9-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് എന്നാണ്? 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിലാണ്. ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ ദിവസം എന്നാണ്? നവംബർ 26. ഭരണഘടനാ ദിനമെന്ന് നവംബർ 26. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ ആ സഭയിലെ ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 389 ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 296 ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ അംഗമായിരുന്ന വനിതകൾ എത്രയാണ്? 17 പേരായിരുന്നു. 17 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രഥമ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9-നാണ്. അപ്പോൾ ആ സമ്മേളനം അവസാനിച്ചതെന്നാണ്? 1946 ഡിസംബർ 23-നാണ് ആ സമ്മേളനം അവസാനിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതെന്നാണ്?
1950 ജനുവരി 24 അവസാന സമ്മേളനം നടന്നതാണ്. പക്ഷെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ് 1946 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടക്കുന്നു. 1946 ഡിസംബർ 23 ആ പ്രഥമ സമ്മേളനം അവസാനിക്കുകയാണ്. ആദ്യത്തെ സമ്മേളനം അവസാനിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം, ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്നാണ് 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്ന് അതും എന്നാണ് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന് 1950 ജനുവരി 26 അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ പ്രസ്താവനയാണ് ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത പ്രസ്താവന എന്ന് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അടുത്തത് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. നാലാമത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് പ്രസ്താവന 1ഉം 4ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് പ്രസ്താവന 1, 2, 3 ഇവ ശരിയാണെന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് പ്രസ്താവന 4 മാത്രമാണ് ശരിയെന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നാണ്. ഇന്നത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 ഇവ ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രസ്താവന 1ഉം 2ഉം 3ഉം? പ്രസ്താവന 1 എന്ന് പറയുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയാണ്. അടുത്തത് പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. അതും ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇതും ശരിയാണ്. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. ഇയർ എന്നാണ് 2002. അപ്പോൾ 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റി. എത്രാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? 93ാം ഭേദഗതി ബില്ലാണ്. അപ്പോൾ 93ാം ഭരണഘടനാ ഭേദഗതി ബില്ലും 86ാം ഭരണഘടനാ ഭേദഗതി 2002. അപ്പോൾ 2002 86ാം ഭരണഘടനാ ഭേദഗതി 2002 93ാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് 21A എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം എത്രയാണ്? 21A. ഈ അനുച്ഛേദത്തിന്റെ ചുവട് പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നത്. ഇതിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് എന്നാണ്? ഇത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1 നിലവിൽ വരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1.
വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2019 ജനുവരി 3-നാണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തിന്റെ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയത് എന്നാണ് 2019 ജനുവരി 3-ന്. 2019 ജനുവരി 3-ന് വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കുന്നു. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10-നാണ്. 2019 ജനുവരി 19-ന്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86. 2002-ലെ 86-ാം ഭരണഘടനാ ഭേദഗതി. എത്രാം ഭേദഗതി ബില്ലാണ്? 93-ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ്? 21A ആണ്. ഈ അനുച്ഛേദത്തിന്റെ ചുവട് വെച്ച് പാർലമെന്റ് പാസാക്കിയ നിയമം ഏതാണ്? അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് എന്നാണ് പാസാക്കിയത്? 2009 ഓഗസ്റ്റ് 26-ന് പാർലമെന്റ് പാസാക്കുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1-നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ ഇപ്പോൾ ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? 2019 ജനുവരിയിലാണ്. ആ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 2019 ജനുവരി 3-ന് പാർലമെന്റ് പാസ്സാക്കുന്നു. 2019 ജനുവരി 10-ന് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ബി മധ്യപ്രദേശ്, സി തമിഴ്നാട്, ഡി ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ് ആണ്. അപ്പോൾ പിംഗലി വെങ്കയ്യ ജനിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പിംഗലി വെങ്കയ്യ ആരാണ്? ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം 1876 ഓഗസ്റ്റ് 2-ന് ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2009. അപ്പോൾ പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 2009-ലാണ്. നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷമാണ് 1947 ജൂലൈ 22-ന്. 1947 ജൂലൈ 22-ന് ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22-നാണ്. ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത്? 3 നിറങ്ങളാണ് ദേശീയ പതാകയിൽ ഉള്ളത്. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച എന്നീ 3 നിറങ്ങളാണ് ദേശീയ പതാകയിൽ ഉള്ളത്. അത് ഏതൊക്കെ ക്രമത്തിലാണ്? മുകളിലാണ് കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച, ഇങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ 3 നിറങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കുങ്കുമ നിറം എന്തിനെയാണ് കുറിക്കുന്നത്? ധീരതയെയും ത്യാഗത്തെയുമാണ് കുങ്കുമ നിറം. വെള്ള നിറം സത്യസന്ധതയെയും സമാധാനത്തെയും കാണിക്കുന്നു. പച്ച നിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠിതയും സമൃദ്ധിയും കാണിക്കുന്നതാണ് പച്ച നിറം. വെള്ള നിറമാണെങ്കിൽ സത്യസന്ധതയെയും സമാധാനത്തെയും കാണിക്കുന്നു. കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇത് രണ്ടെണ്ണത്തിനും എന്താണ് ഒരു വ്യക്തമായ നിർവചനം നൽകിയത്. ഇതിനൊക്കെയാണ്? ദേശീയ പതാകയുടെ നിറത്തിനും അശോക ചക്രത്തിനും. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായിട്ടാണ് അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമതാണ് എന്ത് കാണപ്പെടുന്നത്? വെള്ള നിറം കാണപ്പെടുന്നത്. ഈ വെള്ള നിറത്തിന് നടുവിലായിട്ടാണ് അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നത്. അശോക ചക്രത്തിന്റെ നിറമാണ് നാവിക നീല. അപ്പോൾ അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നാവിക നീലയാണ് അശോക ചക്രത്തിന്റെ നിറം. അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണമാണ് 24 ആരക്കാലുകളാണ്
അശോക ചക്രത്തിന് ഉള്ളത്. അശോക ചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. നാവിക നീല നിറമാണ് അശോക ചക്രത്തിൻ്റെത്. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ദേശീയ പതാകയിലെ വെള്ള നിറത്തിന് നടുവിലായിട്ടാണ് അശോക ചക്രം കാണപ്പെടുന്നത്. അശോക ചക്രത്തിന് നാവിക നീല നിറമാണ്. 24 ആരക്കാലുകളാണ് അശോക ചക്രത്തിന് ഉള്ളത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്ന് പറയുന്നത് ദീർഘചതുരാകൃതിയാണ്. അപ്പോൾ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയ്ക്ക് ഉള്ളത്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. അപ്പോൾ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2 ആണ്. എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2:3 ആണ്. തിരിച്ചു ചോദിച്ചാൽ 2:3 ആണ്. അപ്പോൾ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ദേശീയ പതാകയുടെ 3:2 ആണ്. എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അനുപാതമാണെങ്കിൽ 2:3 ആണ്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഹൂഗ്ലി. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ദേശീയ നിർമ്മാണ ശാല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് കർണാടകയിലെ ഹൂബ്ലിയിലാണിത്. അപ്പോൾ ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയാണ്. അപ്പോൾ പതാകകളെ കുറിച്ചുള്ള പഠനത്തെ എന്തറിയപ്പെടുന്നു? പതാകകളെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി എന്ന് പറയുന്നത്. അപ്പോൾ വെക്സിലോളജി എന്താണ്? പതാകയെ കുറിച്ചുള്ള പഠനമാണ്. പതാകകളെ പറ്റിയുള്ള പഠനത്തെ എന്ത് പറയുന്നു? വെക്സിലോളജി എന്നാണ് പതാകകളെ കുറിച്ചുള്ള പഠനത്തെ പറയുന്നത്. ഈ പറയുന്നതെല്ലാം പല പ്രാവശ്യങ്ങളിലായിട്ട് PSC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? റിപ്പബ്ലിക് ദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിന് ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. എവിടെയാണ്? രാജ്പഥിൽ വെച്ചാണ് രാഷ്ട്രപതി പതാക ഉയർത്തുന്നത്. എന്നാൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തില് ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് എന്തുയർത്തുന്നത്? സ്വാതന്ത്ര്യ ദിനത്തില് ദേശീയ പതാക ഉയർത്തുന്നത്. എവിടെ വെച്ചാണ്? ചെങ്കോട്ടയിൽ വെച്ച് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഉയർത്തുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജ്പഥിൽ വെച്ച്. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു PD ഷേണായി. അപ്പോൾ PD ഷേണായിയാണ് പതാക നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിണ്ടാൽ. ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? നവീൻ ജിണ്ടാലാണ്. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നവീൻ ജിണ്ടാൽ. അപ്പോൾ ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? നവീൻ ജിണ്ടാലാണ്. ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നവീൻ ജിണ്ടാലാണ്. ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലിയാണ് ഇന്ത്യൻ പതാക നിയമം. അപ്പോൾ ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുളവാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ട നിയമാവലി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ പതാക നിയമം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നതെന്നാണ്? 2002 ജനുവരി 26-നാണ്. ഇന്ത്യൻ പതാക നിയമം എന്നാണ് നിലവിൽ വന്നത്? 2002 ജനുവരി 26-ന് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നു. ഇന്ത്യൻ പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? PD ഷേണായിയാണ്. ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? നവീൻ ജിണ്ടാലാണ്. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? നവീൻ ജിണ്ടാലാണ്. അപ്പോൾ ഈ ഫ്ലാഗുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതൊക്കെ ഒന്നുകൂടെ നോക്കാം.
അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. പിംഗലി വെങ്കയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2009 നിലവിലെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം എന്നാണ്? 1947 ജൂലൈ 22 പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയിൽ എത്ര നിറങ്ങളാണുള്ളത്? 3 നിറങ്ങൾ. ഏതൊക്കെയാണ്? കുങ്കുമം, വെള്ള, പച്ച. അപ്പൊ മുകളിലാണ് കുങ്കുമം, നടുവിലാണ് വെള്ള, അടിയിലാണ് പച്ച. അപ്പോൾ ഈ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറമോ സത്യസന്ധതയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പച്ച നിറമാണെങ്കിൽ സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയതാരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ പതാകയുടെ വെള്ള നിറത്തിന് നടുവിലായി കാണപ്പെടുന്നത് എന്താണ്? അശോക ചക്രം കാണപ്പെടുന്നു. അശോക ചക്രത്തിന്റെ നിറം എന്താണ്? നാവിക നീലയാണ്. അതിൽ എത്ര ആരക്കാലുകളാണുള്ളത്? 24 ആരക്കാലുകളാണുള്ളത്. അപ്പോൾ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ് ദേശീയ പതാകയ്ക്ക് ഉള്ളത്. അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്ന എവിടെ നിന്നുമാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്താണ്? 3:2 ആണ്. എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അനുപാതമോ? അത് 2:3 ആണ്. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയിലാണ്. പതാകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? വെക്സിലോളജി എന്നറിയപ്പെടുന്നു. എന്താണ് പതാകളെ പറ്റിയുള്ള പഠനം? വെക്സിലോളജി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? ഓപ്ഷൻ എ 44, ബി 86, സി 42, ഡി 104. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, 42 ആണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഈ 42ാം ഭരണഘടനാ ഭേദഗതി ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ചെറുഭരണഘടന എന്നും അറിയപ്പെടുന്നത് ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇയർ എന്നാണ്? 1976. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തു. അപ്പോൾ 1976 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറുഭരണഘടന എന്ന് അറിയപ്പെടുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി മാറ്റം വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി കൂട്ടിച്ചേർത്ത ശുപാർശ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി കൂട്ടിച്ചേർത്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. അപ്പോൾ എന്നാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ഇപ്പോഴുള്ള മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? 11. മൗലിക കടമകൾ എത്രയാണ്? 11 മൗലിക കടമകളാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44. അപ്പോൾ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? 44ാം ഭരണഘടനാ ഭേദഗതി. എന്നാൽ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി എന്നാണ്? 86ാം ഭേദഗതി. 2002 അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. 2002 86ാം ഭേദഗതി പ്രകാരമാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. നിയമനിർമ്മാണ സഭകളിലെ SC ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ
ഭേദഗതി വരുത്തിയത് 104 ഭേദഗതി പ്രകാരമാണ്. 104 ഭേദഗതിയും 126 ഭേദഗതി ബില്ലുമാണ്. 104 ഭരണഘടനാ ഭേദഗതി, 126 ഭേദഗതി ബില്ല്. 126 ഭേദഗതി ബിൽ പ്രകാരം നിയമനിർമ്മാണ സഭകളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. 1974 42ാം ഭരണഘടനാ ഭേദഗതി. ഏത് കമ്മിറ്റി പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ്. അപ്പോൾ എന്താണ് 44ാം ഭരണഘടനാ ഭേദഗതി? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. മൗലിക കടമകൾ എത്രയാണ്? 11 എണ്ണമാണ് മൗലിക കടമകൾ. പ്രാഥമിക വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതി. നിയമനിർമ്മാണ സഭകളിലെ SC/ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തിയത് 104 ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 104. ഭേദഗതി ബില്ല് എത്രയാണ്? 126ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ എ ദുർഗേശ നന്ദിനി, ബി ആനന്ദമഠം, സി കപാലകുണ്ടല, ഡി വിഷവൃഷം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണേത്? വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ആനന്ദമഠം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. അപ്പോൾ ആനന്ദമഠത്തിലെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണേത്? ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നുമാണ്? ആനന്ദമഠത്തിൽ നിന്നുമാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 1882 ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമേത്? ബംഗദർശൻ. അപ്പോൾ ബംഗദർശൻ ആരുടെ പത്രമാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ് ബംഗദർശൻ. 1872 1872. അപ്പോൾ ബംഗദർശൻ ആരുടെ പത്രമാണ്? ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി പത്രമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗദർശൻ. 1872. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. അപ്പോൾ രാജ്മോഹൻസ് വൈഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ബംഗാളി പത്രം ഏതാണ്? ബംഗദർശൻ. എന്നാണ് പ്രസിദ്ധീകരിച്ചത്? 1872. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? രാജ്മോഹൻസ് വൈഫാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം. അവസാന നോവൽ ഏതാണ്? സീതാറാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാന നോവലാണ് സീതാറാം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. എന്നാണ്? 1882. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏത്? ബംഗദർശൻ. 1872. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? രാജ്മോഹൻസ് വൈഫ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാന നോവൽ ഏത്? സീതാറാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദുർഗേശ നന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരണി, വിഷവൃഷ, മൃണാളിനി. അപ്പോൾ ഏതൊക്കെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികള്? ദുർഗേശ നന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്രം, ദേവി ചൗധരണി, വിഷവൃഷ, മൃണാളിനി. വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 വന്ദേമാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. അപ്പോൾ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്?
വന്ദേ മാതരമാണ് ദേശീയ ഗീതം. ദേശീയ ഗീതം രചിച്ചതാരാണ്? ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ്. വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യാണ്. ആരാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമേത്? ദേശ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശ് എന്ന രാഗത്തിലാണ്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി ഭാഷ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ നൽകിയത് ആരാണ്? അരബിന്ദ ഘോഷാണ് വന്ദേ മാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ നൽകിയത്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏത്? കർമ്മയോഗി. അപ്പോൾ കർമ്മയോഗിയിലാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ചത്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അപ്പോൾ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏത്? കർമ്മയോഗി എന്ന മാസികയിലാണ്. വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഹൈന്ദവ ദൈവം ഏതാണ്? ദുർഗയാണ്. അപ്പോൾ വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഹൈന്ദവ ദൈവം ഏതാണെന്ന് ചോദിച്ചാൽ ദുർഗയാണ് ഹൈന്ദവ ദൈവം. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 65 സെക്കൻഡ്. ഇത് പഠിച്ചു വെച്ചിരിക്കുക. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 65 സെക്കൻഡ് ആണ് വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 65 സെക്കൻഡ്. 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് AR റഹ്മാനാണ്. അപ്പോൾ 1997 പുറത്തിറങ്ങിയ വന്ദേ മാതരം എന്ന ആൽബത്തിന് സംഗീതം നൽകിയത് ആരാണ്? AR റഹ്മാനാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം എന്നാണ്? 1896 വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് എന്നാണ്? 1896. അപ്പോൾ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കിയിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം എന്ന് പറയുന്നത്. ഈ ആനന്ദമഠത്തിൽ നിന്നുമാണ് വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ഇത്, ബംഗദർശൻ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് നോവലാണ് രാജ്മോഹൻസ് വൈഫ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് സീതാറാമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രധാന കൃതികളാണ് ദുർഗേശ നന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരണി, വിഷവൃഷ, മൃണാളിനി. വന്ദേ മാതരം ദേശീയഗീതമായി അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് രാഗത്തിലാണ്. വന്ദേ മാതരം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷയിലാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ ഘോഷാണ്. വന്ദേ ഭാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏതാണെന്ന് ചോദിച്ചാൽ അത് കർമ്മയോഗിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഹൈന്ദവ ദൈവമാണ് ദുർഗ. വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയമാണ് 65 സെക്കൻഡ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം എന്നാണ് ചോദിച്ചാൽ അത് 1896 കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതൊക്കെ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യം, ബി അയിത്ത നിർമ്മാർജ്ജനം, സി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ഡി അവസര സമത്വം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അയിത്ത നിർമ്മാർജ്ജനം. അപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്?
അയിത്ത നിർമ്മാർജ്ജനമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് 17. ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? അനുച്ഛേദം 17 തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ്? അനുച്ഛേദം 17. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ്. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ് അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നത്. 1955 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ 1955 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി എത്ര വർഷം വരെയാണ് തടവ്? 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. അനുച്ഛേദം 16 എന്താണ്? അവസര സമത്വമാണ്. 16 എന്ത് പറയുന്നു? അവസര സമത്വമാണ് 16. അപ്പോൾ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? അയിത്ത നിർമ്മാർജ്ജനമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 17. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. 1955 ഈ 1955 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇത് പ്രകാരം 2 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര, സി ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഡി ജസ്റ്റിസ് എച്ച്.എൽ. ദത്തു. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ, വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 അപ്പോൾ 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയിലാണ്. മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ അംഗങ്ങളെ നിയമിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതത് സംസ്ഥാന സർക്കാരിനുമായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യ ചെയർമാൻ. ആദ്യ ചെയർമാൻ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനാണ് ശിവരാജ് വി പട്ടേൽ. ശിവരാജ് വി പട്ടേലാണ് ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനാണ് ശിവരാജ് വി പട്ടേൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആദ്യ അംഗമായ മലയാളി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ആരാണ്? ഫാത്തിമ ബീവി ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പോൾ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അപ്പോൾ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യത്തെ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകുന്ന ആദ്യത്തെ വ്യക്തിയാരാണ്? സ്ഥിരം ചെയർമാനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഇവരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഇതിനകത്ത് ഇല്ലാത്തതൊക്കെ നമുക്ക് ഓഡ് വൺ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാന്, ഇവരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഇവരൊക്കെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ആര്? ശിവരാജ് വി പട്ടേൽ. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകുന്ന ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.